ഇന്റർ മയാമിയും മെസ്സിയും വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആൻഡ് ആ ഇരട്ട ഗോളുകളുടെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, അതിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിനെ ഒരു നെഗറ്റീവ് സെൻസിൽ പ്രസന്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തായിരിക്കും അതിനൊരു കാരണം? അതിന് കാരണമുണ്ട് ഗൈസ്. അപ്പോൾ ആ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് MLS ഇപ്പോൾ നിലവിലെ ടോപ്പ് സ്കോറർമാരുടെ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളുടെ പേരെന്ന് പറയുന്നത് ലയണൽ മെസ്സി എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് മെസ്സി ഇന്റർ മയാമിയിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും കണ്ടിരുന്നൊരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ഇനി ഫുട്ബോളിലൊന്നും തെളിയിക്കാനായിട്ടില്ല. സോ ടെക്നിക്കലി പുള്ളി കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കുറവായിട്ടുള്ള ഒരു ലീഗാണ് സെലക്ട് ചെയ്തതെന്നും ആൻഡ് അവിടേക്ക് പോയതിൻ്റെ റീസൺസും കാര്യങ്ങളും ഒക്കെ അറിയാം. ആ സമയത്ത് പോലും ഇന്റർ മയാമിയിൽ പുള്ളി കാഴ്ചവെക്കുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാരണമാണ് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മത്സരത്തോടെ ഇന്റർ മയാമി ജയിച്ചു, മെസ്സി 2 ഗോൾ അടിച്ചു എന്നുള്ളതൊക്കെ മാത്രമല്ല, അതിലൊരു റെക്കോർഡും കൂടെ വീണിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾ മെഷീൻ ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നോൺ പെനാൽറ്റി ഗോൾസിനെക്കാളും 1 ഗോൾ അധികം ഇപ്പോൾ നിലവിൽ അടിച്ചിരിക്കുന്നത് മെസ്സിയാണ് എന്നുള്ളതാണ്, അതും കുറവ് മത്സരങ്ങളിൽ നിന്ന്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. സോ സ്വാഭാവികമായിട്ടും അപ്പോൾ അതിനെപ്പറ്റി ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ പോകും. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മെസ്സിക്കും ഇന്റർ മയാമിക്കും അവരുടെ ഫാൻസിനും ആഘോഷിക്കാം. വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ്?